20 തൃണമൂൽ എം പിമാരാണ് BJP ക്യാമ്പിലേക്ക് പോയത്. എത്ര വലിയ ഓപ്പറേഷനാണ് ബംഗാളിൽ നടക്കുന്നത്. വെറുതെയല്ല ചാണക്യനായിട്ടുള്ള അമിത്ഷാ ബംഗാളിൽ ക്യാമ്പ് ചെയ്തത്. 20 എം പിമാരാണ്. അങ്ങനെ വരുമ്പോൾ വിമൻസ് ബില്ലും വനിതാ സംവരണ ബില്ലും അതുപോലെ തന്നെ യൂണിഫോം സിവിൽ കോഡുമൊക്കെ ഏകീകൃത സിവിൽ കോഡുമൊക്കെ പാസ്സാകാനുള്ള സാധ്യതയുണ്ട്. 20 എം പിമാർ BJP പക്ഷത്തേക്ക് പോകുമ്പോൾ BJPക്ക് ഒരു നോമിനൽ ഭൂരിപക്ഷമേ ഉണ്ടായിരുന്നുള്ളൂ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ. അതിനു മുമ്പ് 2 തെരഞ്ഞെടുപ്പിലും വലിയ ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വളരെ നോമിനലായിട്ടുള്ള ഭൂരിപക്ഷം ഉണ്ടായിരുന്നുള്ളൂ. അതും കവർ ചെയ്തുകൊണ്ട് 20ഓളം എം പിമാരാണ് BJP പക്ഷത്തേക്ക് വരുന്നത്. 2 കാര്യങ്ങൾ സംഭവിക്കും. 2 അല്ല 4 കാര്യങ്ങൾ സംഭവിക്കും. ഒന്ന്, വനിതാ ബില്ല് വീണ്ടും കൃത്യമായി ഉയർന്നു വരാനുള്ള സാധ്യതകളുണ്ട്. ഇനിയും പല എം പിമാരെയും കൈകാര്യം ചെയ്തുകൊണ്ട് യൂണിഫോം സിവിൽ കോഡ് ഉയർന്നു വരാനുള്ള സാധ്യതയുണ്ട്. മൂന്നാമത്തെ കാര്യം, ഇത് രണ്ടും രാജ്യത്ത് നടക്കുന്ന അഡ്മിനിസ്ട്രേറ്റീവ് പരമായ കാര്യമാണെങ്കിൽ, മൂന്നാമത്തെ വളരെ പ്രധാനപ്പെട്ട കാര്യം, വളരെ വലിയ പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ ബംഗാളിൽ സംഭവിക്കാൻ പോകുന്ന രാഷ്ട്രീയ അധപ്പതനമാണ്. ഇന്നലെ സോണിയാഗാന്ധിയെയും മമതാ ബാനർജിയൊക്കെ ഒന്നിച്ച് നിൽക്കുകയും ആലിംഗനം ചെയ്യുകയൊക്കെ ചെയ്യുന്ന ഫോട്ടോ ഇന്ന് വൈറലായിട്ടുണ്ട്. സോഷ്യൽ മീഡിയയിലും ഇൻസ്റ്റഗ്രാമിലും പത്രങ്ങളിലുമൊക്കെ വളരെ വൈറലാണ് ഫോട്ടോസ്. പക്ഷേ മമതയുടെ കാലിൻ്റെ താഴെയുള്ള മണ്ണ് ഒഴുകിപ്പോവുകയാണ്. അവർ നിൽക്കുന്ന മണ്ണ് ഒഴുകിപ്പോവുകയാണ്. 20 എം പിമാരാണ് BJPയിലേക്ക് ചേരുന്നത്. അപ്പോൾ അത് ചെറിയ കഥയല്ല, വലിയ കഥയാണ് ഡൽഹിയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ബംഗാളിൽ സുവേന്ദു അധികാരി ലക്ഷക്കണക്കിന് ആളുകളെയാണ്, അഭയാർത്ഥികളായിട്ടുള്ള ആളുകളെ, കാർഡില്ലാത്തവരെ, അനധികൃത കുടിയേറ്റക്കാരെ, പൗരത്വമില്ലാത്തവരെ പുറത്താക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ബംഗാൾ ക്ലീനപ്പ് ബംഗാൾ, ഓപ്പറേഷൻ ബംഗാൾ എന്നുള്ളത് വിവിധ തലത്തിൽ അവിടെ ഇടപെടൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മനോഹരമാണ്, സുന്ദരമാണ്. എന്തായാലും BJP ഒരിക്കൽ കൂടി അവരുടെ ഒരു സ്ട്രാറ്റജി, പൊളിറ്റിക്കൽ സ്ട്രാറ്റജി അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ഓപ്പറേഷൻ ശക്തമാക്കിയിരിക്കുകയാണ്. ഇത് പ്രഖ്യാപിച്ചുകൊണ്ട് ചെയ്തതാണ്. 2-3 വർഷങ്ങൾക്ക് മുമ്പ് ഇത് പ്രഖ്യാപിച്ചു, ഞങ്ങൾ ബംഗാളിനെ പൊളിക്കും, മമതയെ തകർക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഇത് ചെയ്തു. അത് അക്ഷരാർത്ഥത്തിൽ സംഭവിച്ചിരിക്കുകയാണ്. ഒരു തെരഞ്ഞെടുപ്പിന് തോൽക്കുന്നതൊക്കെ നമുക്ക് സമ്മതിക്കാം. 80 എം പിമാരായി കുറഞ്ഞു പോയി, അതും സമ്മതിക്കാം. ഇപ്പോൾ കേരളത്തിൽ 35 MLA-മാരല്ലേ ഉള്ളൂ. ബാക്കി 102, 3, 105 സീറ്റും വേറെ ആൾക്കാരാണല്ലോ കേരളത്തിൽ കൊണ്ടുപോയത്. അവിടെയും അതുപോലെ ബംഗാളിൽ ഒരു കുറച്ച് MLA-മാർ തോറ്റു പോകും. ഒരു ഭരണമാറ്റമൊക്കെ നമുക്ക് അംഗീകരിക്കാം. പക്ഷേ ഒരു പാർട്ടിയെ തന്നെ അത് ബാധിക്കുകയും അവരെ കൂടെയുള്ള 20 എം പിമാർ പക്ഷത്തു നിന്ന് അപ്പുറത്തേക്ക് പോകാൻ തീരുമാനിക്കുകയും 56 പേർ അവിടെ മമതാ ബാനർജിയെ വിട്ട് 56 പേര് അവരുടെ പ്രതിപക്ഷ നേതാവായി മറ്റൊരാളിനെ അവിടെ ചുമതല കൊടുക്കുകയും അത് ഗവർണറെ അറിയിക്കുകയും സ്പീക്കർ അറിയിക്കുകയും ഒക്കെ ചെയ്യുന്ന വളരെ വിചിത്രമായ ഒരു പൊളിറ്റിക്സ്, ഒരു രാഷ്ട്രീയ പശ്ചാത്തലത്തിലേക്ക് ബംഗാൾ മാറുകയാണ്. അപ്പോൾ ഇനിയിപ്പോൾ സംഭവിക്കുന്നത്, കോൺഗ്രസ് പണ്ടേ അവിടെ ക്ഷീണിച്ചിരിക്കുന്നു, CPM വല്ലാതെ ക്ഷീണിച്ചിരിക്കുന്നു, തൃണമൂൽ കോൺഗ്രസ് കൂടി ക്ഷീണിച്ചാൽ BJPയുടെ ഒറ്റയാൾ ഓട്ടമായിരിക്കുമോ? ഒറ്റ ഏകാംഗ പാർട്ടി എന്നുള്ള നിലയിൽ BJP ബംഗാളിൽ ഇനി ദീർഘകാലം തുടരുമോ? ബംഗാളിൻ്റെ ഒരു കൾച്ചറും, അവിടെ ജ്യോതി ബസു വന്നു 10-30 വർഷം ഭരിച്ചു. ബുദ്ധദേവ് ഭട്ടാചാര്യ വന്നു, അദ്ദേഹവും ഭരിച്ചു ഒരു ടേൺ. 30 അല്ല, മറ്റേ അദ്ദേഹം, ഇവർ രണ്ടുപേരും കൂടി 33 വർഷം വരെ അവിടെ ഭരിച്ചു. 15 വർഷം തുടർച്ചയായി മമതാ ബാനർജി ഭരിച്ചു. അപ്പോൾ ബംഗാളിൻ്റെ ഒരു ചരിത്രം, അവിടെ ഒരാൾ അധികാരത്തിൽ വന്നാൽ പിന്നെ തുടർച്ചയുണ്ട്. കേരളം പോലല്ല. കേരളത്തിൽ ഒരു പ്രാവശ്യം തുടർഭരണം വന്നപ്പോൾ വലിയ സംഭവമായിരുന്നു. നമ്മൾ 3ാമത് തുടർഭരണം വരും എന്നുള്ള പ്രതീക്ഷയിൽ പിണറായി വിജയനും, വരില്ല എന്ന പ്രതീക്ഷയിൽ പ്രതിപക്ഷവും എല്ലാവരും നിന്നു. അവസാനം എന്താ സംഭവിച്ചതെന്ന് നമ്മൾ കണ്ടതാണ്. ഇവിടെ UDF അധികാരത്തിൽ വന്നതാണ്. തീർച്ചയായിട്ടും പശ്ചിമ ബംഗാളിൽ തുടർച്ചയായി BJP വരാനും അതുപോലെ തന്നെ അതിനുള്ള എല്ലാ സാധ്യതകൾ ഒരുക്കുകയും കേന്ദ്രത്തിൽ ലോകസഭയിലാവട്ടെ രാജ്യസഭയിലാവട്ടെ കൂടുതൽ ആളുകളെ
BJP പക്ഷത്തേക്ക് കൊണ്ടുവരാനുള്ള എല്ലാ ശ്രമങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ കാര്യമാണ്. കേരളത്തിലെ പോലല്ല, വടക്കേ ഇന്ത്യയിൽ ബംഗാളിൽ കമ്മ്യൂണിസ്റ്റുകാരുടെ കോട്ടയായിരുന്ന സ്ഥലത്ത് 33 വർഷം കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാത്രമുണ്ടായിരുന്ന സ്ഥലത്ത് കോൺഗ്രസ് ഒക്കെ വല്ലാതെ ക്ഷീണിച്ചു നിന്ന സ്ഥലത്താണ് BJPയിലേക്ക് വ്യാപകമായി ആളുകൾ പോകുന്നത്. MP-മാർ തന്നെ 20ഓളം MP-മാരാണ് ഇപ്പോൾ BJPയിൽ ചേർന്നിരിക്കുന്നത്. വളരെ വലിയ കൗതുകമുള്ള ഒരു രാഷ്ട്രീയമാണ് ബംഗാളിൽ നമ്മൾ കാണുന്നത്. ഇതിലൂടെ ബംഗാൾ രാഷ്ട്രീയത്തിൽ BJP വലിയ ചുവടാണ് ഉറപ്പിക്കുന്നത്. പ്രതിപക്ഷത്തുള്ള എല്ലാ പാർട്ടികളെയും ഛിന്നഭിന്നമാക്കുന്നതിന് ഈ തെരഞ്ഞെടുപ്പിലൂടെ ബംഗാളിൽ BJPക്ക് കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെയൊന്നും സംഭവിക്കുന്നതല്ല ഒരു സ്റ്റേറ്റിലും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 5 വർഷം കൂടുമ്പോൾ ഭരണമാറ്റമൊക്കെ സംഭവിക്കും. പക്ഷേ പ്രതിപക്ഷത്തുള്ളവർ പ്രതിപക്ഷത്തിരിക്കും, എത്ര സീറ്റ് കുറഞ്ഞാലും. ഇതിപ്പോൾ പ്രതിപക്ഷത്തെ കല്ലിലടിച്ച പൂക്കുല പോലെ പിരിച്ചെടുക്കുവാനും അതിൽ കുറേ MP-മാരെയും MLA-മാരെയും കൂടെ നിർത്താനുമൊക്കെ BJPക്ക് കഴിയുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടൊരു രാഷ്ട്രീയ തന്ത്രമാണ്. അത് ബംഗാളിൽ കൃത്യമായി പയറ്റുന്നുണ്ട്. അതിൻ്റെ അനുരണനങ്ങൾ ഡൽഹിയിൽ ലോകസഭയിലും രാജ്യസഭയിലും ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും ഞാൻ ഈ പറഞ്ഞ പോലെ BJP ആഗ്രഹിക്കുന്ന, അവർ കൊണ്ടുവരണമെന്ന് കരുതുന്ന, അല്ലെങ്കിൽ ഒരു പ്രാവശ്യം കൊണ്ടുവന്ന വനിതാ ബില്ലാകട്ടെ, യൂണിഫോം സിവിൽ കോഡാകട്ടെ, ഇത്തരം കാര്യങ്ങളിൽ അവർക്ക് വീണ്ടും ആത്മവിശ്വാസത്തോടു കൂടി മുന്നോട്ട് പോകാൻ കഴിയും.